നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. US മാർക്കറ്റിൽ പ്രധാന റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മോഡീസ് US ക്രെഡിറ്റ് റേറ്റിംഗ് കട്ട് ചെയ്തതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു വൈകിട്ട്. ഈ ഒരു റീസൺ കൊണ്ട് US മാർക്കറ്റിൽ സീവിയർ സെൽ ഓഫ് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നോണം ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്നടങ്കം ആ ഒരു സെൽ ഓഫ് കണ്ടു. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും ഇടിവ് രേഖപ്പെടുത്തി, ഇന്നലെ ഏഷ്യൻ മാർക്കറ്റും ഇടിവ് രേഖപ്പെടുത്തി, ഇന്ത്യൻ മാർക്കറ്റും ഇടിവ് രേഖപ്പെടുത്തി, ബിറ്റ്കോയിൻ ഒഴികെയുള്ള മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സുകളിലും ഇടിവ് രേഖപ്പെടുത്തി, ഈവൻ ഗോൾഡ് ഉൾപ്പെടെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ FIs പൊതുവേ നമ്മുടെ നാട്ടിൽ വന്ന് ബൈ ചെയ്യാറില്ല. അവരും ഇന്നലെ FIസും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 5045 കോടി രൂപക്ക് സെല്ല് നടത്തി. DIs മാർക്കറ്റിനെ 3715 കോടി രൂപ ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആയിരുന്നു നമ്മൾ കണ്ട കഥ. ഇനി നമ്മൾ അതിനുശേഷം നടന്ന കഥ UBS എന്ന് പറഞ്ഞ മറ്റൊരു റേറ്റിംഗ് ഏജൻസി. UBS എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു പണ്ട്. ഇവരും മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ്, ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയാണ്. അപ്പോൾ ഇവർ വീണ്ടും US മാർക്കറ്റിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. S&P 500 ടാർഗറ്റ് 10% അപ്ഗ്രേഡ് ചെയ്തു. നിഫ്റ്റിയുടെയൊക്കെ ടാർഗറ്റ് എങ്ങനെയാണോ ഉയർത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു അനലിസ്റ്റ് സ്ഥാപനം, അതുപോലെ തന്നെ S&P 500 ടാർഗറ്റ് 10% ഒരു വളർച്ച ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ അവർ പ്രവചിക്കുന്നത്. ഇത് ഒരു ടേൺ ആയിട്ടുണ്ട്. US മാർക്കറ്റിൽ ആ ഒരു പോയിന്റുകളെല്ലാം തന്നെ താഴ്ന്ന പോയിന്റിൽ നിന്ന് കുറച്ചൊക്കെ റിക്കവറി രേഖപ്പെടുത്തി. റെഡിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് എങ്കിൽ കൂടിയും റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് US മാർക്കറ്റ് ഒന്ന് കാണാം. ഏറ്റവും താഴെ കാണാം US വിക്സ് ഒന്ന് കൊളാപ്സായി, അതായത് കൂൾ ഡൗൺ ആയി. നാസ്ഡാക്ക് കാണാം 53 പോയിന്റ് പ്ലസിലും, ഡോ കാണാം ഫ്ലാറ്റായ രീതിയിലും ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് നേരത്തെ നമ്മൾ കണ്ട ഒരു UBSൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ കാരണമാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഇത് റിഫ്ലക്റ്റ് ആയില്ല. അതിനുശേഷമാണ് US മാർക്കറ്റിൽ ഇതൊരു അനൗൺസ്മെൻറ്റ് വന്നത്. യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഈവൻ US ഫ്യൂച്ചർ അടക്കം കാണാം. നിക്കി, ചൈന, ഓസ്ട്രേലിയയിലെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഒരു റിക്കവറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിൽ നിന്ന് ഒരു റിക്കവറി നമ്മൾ കാണുന്നുണ്ട്. സൺഫാർമ സ്റ്റോക്കുകളുടെ വാർത്തകൾ പോകുകയാണെങ്കിൽ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. സൺഫാർമ നെറ്റ് പ്രോഫിറ്റ് 19% ഇടിഞ്ഞു. ഡിവിഡൻഡ് 5 രൂപ 50 പൈസ കൊടുക്കുന്നുണ്ട്. രാംകോ സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 74% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞു. കോൺകോർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1.6% ഇടിഞ്ഞു. JSPL കമ്പനി, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞു. HFCL കമ്പനി നെറ്റ് ലോസാണ് കമ്പനിയുള്ളത്. കഴിഞ്ഞ തവണ 110 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനി ഇത്തവണ 81 കോടി രൂപ ലോസ്. പവർമക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53% ഇയർ ഓൺ ഇയർ ഉയർന്നു. ടാറ്റ സ്റ്റീൽ ഉദയപൂരിലുള്ള ഇവരുടെ പുതിയ സിമെൻറ്റ് പ്ലാന്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ്. ഒനാസ കൺസ്യൂമർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഇടിഞ്ഞു. TVS കമ്പനി തമിഴ്നാടായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇവർ 500 ഇലക്ട്രിക്കൽ 3 വീലറുകളെല്ലാം തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ധാരണയായി. ഉദയപൂർ സിമെൻറ്റ് 18 കോടി രൂപയിൽ നിന്ന് 39 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ITC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്നു. കമ്പനി 7 രൂപ 85 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഗ്രാസിം കമ്പനി നെറ്റ് ലോസാണുള്ളത്, പക്ഷേ ലോസ് കുറച്ചു. 441 കോടി രൂപ ലോസ് ഉണ്ടായത് ഈ തവണ അവർ 290 കോടി രൂപ ലോസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.